തിരികെ വാർത്തകളിലേക്ക്. വിമതർക്കെതിരായ നടപടി കടുപ്പിച്ച് സിറോ മലബാർ സഭ. അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനായി സഭ പ്രത്യേക കോടതി രൂപീകരിച്ചു. ഫാദർ ജെയിംസ് മാത്യു പറമ്പൻ, ഫാദർ ജോസ് മാറാട്ടിൽ, ഫാദർ ജോയ് പാലിയേക്കര എന്നിവരാണ് കോടതിയിലെ ജഡ്ജിമാർ. നിതിൻ സേവ്യർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, വിമതർക്കെതിരെ സിറോ മലബാർ സഭ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. ഈ കോടതി അടക്കം രൂപീകരിക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് സഭ മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും രേഷ്മ, ഈ വിമതർക്കെതിരായ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് സിറോ മലബാർ സഭയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു 4 വൈദികർക്ക് ചുമതലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്, വിമത വൈദികരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഈ സഭാ കോടതി രൂപീകരിക്കുന്നതും. കഴിഞ്ഞ ദിവസം തന്നെ ഈ സഭാ കോടതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരിക്കും. എന്തായാലും ഔദ്യോഗികമായി സഭയുടെ ഭാഗത്തു നിന്ന് തന്നെ അറിയിപ്പ് വരുന്നു. സഭാ കോടതി രൂപീകരിച്ചിരിക്കുകയാണ്. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് സഭാ കോടതി രൂപീകരിച്ചിരിക്കുന്നത്. നേരത്തെ റോമിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേറ്റർക്കടക്കം ഡെലിഗേറ്റിനടക്കം തീർപ്പ് കൽപ്പിക്കാനാവാത്ത സാഹചര്യത്തിലാണ്, ഇവിടുത്തെ ഈ സിറോ മലബാർ സഭയുടെ അധ്യക്ഷനടക്കം തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കോടതി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ, ഫാദർ ജോസ് മാറാട്ടിൽ, ഫാദർ ജോയ് പാലിയേക്കര എന്നിവരെ ജഡ്ജിമാരായാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഏതായാലും ക്രിസ്മസിന് മുൻപ് തന്നെ ഈ വിമത വൈദികർക്കെതിരെ ശക്തമായ നടപടി സഭയുടെ ഭാഗത്തുനിന്നുണ്ടായേക്കും.